നന്ദ, വീട്ടിനകത്ത് ആരോ കയറിയിട്ടുണ്ട്. പക്ഷേ അനുവിന്റെ മുറിയിൽ ആരുമില്ല. ഞാനത് ശ്രദ്ധിച്ചു. റൂമിനുള്ളിൽ അനുവല്ലാതെ വേറെ ആരുമില്ല. ആരോ വീടിന്റെ അകത്തുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് കള്ളൻ തന്നെ ആവണമെന്നില്ല. കള്ളനല്ലെങ്കിൽ പിന്നെ ആരാ? താൻ അനുവിനോട് ചോദിച്ച പോലെ ഇനി അവക്കൊരു കാമുകനുണ്ടോ? ഈ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് കാമുകൻ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഇല്ലാന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഈ വീട്ടിനകത്ത് മറ്റൊരാളുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ട സ്ഥിതിക്ക് ആ സംശയം എങ്ങനെ ഇല്ലാതാകും? എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല ഊർമിളെ. എന്നിട്ടാണോ അവളുടെ മുറിയിൽ വെച്ച് നന്ദൻ എന്നെ തിരുത്തിയത്? നീ അവളെ സംശയിക്കുമ്പോ ഞാനും ആ സംശയത്തിന്റെ ഒപ്പം ചേർന്നാൽ അവൾ എന്ത് കരുതും? അതുകൊണ്ട് എനിക്ക് അവളോട് സ്നേഹമോ വിശ്വാസമോ ഇല്ലെന്ന് അവൾ കരുതില്ലേ? ഇതിനകത്ത് ഒരുത്തൻ കയറി, അത് വാസ്തവമാണ്. അത് കള്ളനാണോ അനുവിന്റെ കാമുകനാണോ? അതിലാ ക്ലാരിറ്റി ഉണ്ടാകേണ്ടത്. തനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇവിടുത്തെ CCTV വിഷ്വൽസ് നോക്കിയാൽ പോരെ? ആ യെസ്, അതിപ്പോ തന്നെ എടുത്ത് നോക്കണം. നന്ദൻ വരൂ. ഇപ്പോഴാ മനുഷ്യരും ശ്വാസം കിട്ടിയത്. അയ്യോ, ഇത്രയും നേരം ശ്വാസം കിട്ടാതെ ഞാൻ അവിടെ ഇരുന്ന് വിഷമിക്കായിരുന്നു. ഞാൻ ചത്തുവെന്ന് പേടിച്ചു. ഞാൻ അവിടെ എങ്ങാനും ഇരുന്ന് ചത്തു വരുന്നെങ്കിലേ തനിക്കാ പ്രശ്നം. ഒരു കുഴപ്പമില്ല. അനു, താൻ ശരിക്കും ഇവിടെ തടവിലാണോ? തന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണോ? എന്താ ഇവിടെ നടക്കുന്നത്? താൻ എന്നോടെങ്കിലും തുറന്ന് പറ. ഇവിടെ നടക്കുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് അറിയില്ല. അനു, ശരിക്കും തന്റെ പ്രശ്നം എന്താ? താൻ തുറന്ന് പറ. ശരിക്കും ഞാൻ ഈ വീട്ടിൽ തടവിലാണോ? എന്റെ സ്വന്തം വീട്. പക്ഷെ ഞാനിവിടെ വീട്ടിൽ തടങ്കലില്ല. ഹോസ്റ്റലിൽ നിന്നെ പിടിച്ചുകൊണ്ട് വന്ന ശേഷം ഇതാണ് എന്റെ അവസ്ഥ. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോലും അവകാശമില്ല. ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. എന്റെ ഫോൺ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എന്റെ ഫ്രണ്ട്സിനെ കാണാതെ, അവരോട് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ ശ്വാസം മുട്ടി ഞാനിവിടെ ജീവിക്കുക. ഇതാരെങ്കിലും അറിയുന്നുണ്ടോ? എന്റെ വേദന നീ ഓർത്തു നോക്ക്. എന്റെ സ്വന്തം അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് ശരിക്കും എന്നെ ബന്ദിയാക്കിയിരിക്കുക. ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ ഞാനിതിനകത്ത് വിങ്ങി പൊട്ടി കഴിയ. തന്റെ രണ്ടാനച്ഛൻ അയാള് നല്ല ആളാണെന്ന് തോന്നുന്നല്ലോ. അയാള് നല്ലവനാണെന്ന് നിനക്ക് തോന്നിയോ? സംസാരമൊക്കെ കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്. തന്നോട് നല്ല സ്നേഹമുള്ള ആളാണല്ലോ. അമ്മ തന്നോട് ദേഷ്യപ്പെട്ടപ്പോ അയാൾ എത്ര മാന്യമായിട്ടാ തനിക്ക് വേണ്ടി സംസാരിച്ചത്. നിനക്ക് അയാളെ പറ്റി അങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ ഞാൻ തിരുത്തുന്നില്ല. നിനക്കുണ്ടായതുപോലെയുള്ള തോന്നല എന്റെ അമ്മയ്ക്കും. പക്ഷെ അയാളുടെ റിയൽ ഫേസ് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അയാളുടെ മനസ്സിലെ വൃത്തികെട്ട ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. എന്താ അയാളുടെ ലക്ഷ്യം? തന്നെ എന്തിനാ അവരോട് പൂട്ടിയിട്ടിരിക്കുന്നത്? അതിന് താൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനല്ല, മരിച്ചുപോയ എന്റെ അച്ഛന്. അച്ഛൻ മരണപ്പെടും മുമ്പ് അച്ഛന്റെ സകല സ്വത്തുക്കളുടെ അവകാശിയാക്കി എന്നെ മാറ്റി. ഞാൻ എല്ലാം നിന്നോട് പറയാം. നീ ഒരാളെങ്കിലും ഇതെല്ലാം അറിഞ്ഞിരിക്കണം. എന്റെ ഫ്രണ്ട്സിന് ഇതൊന്നും അറിയില്ല. നീ ചെന്ന് അവരോട് എന്റെ അവസ്ഥ എന്താണെന്ന് പറയണം. തന്റെ അവസ്ഥ എന്താന്ന് പറ. നന്ദ, ഒന്ന് പെട്ടെന്നെടുക്ക്. വീടിന് ചുറ്റുമുള്ള എല്ലാ ക്യാമറകളുടെ വിഷ്വൽസും എടുക്കണം. ഇന്നത്തെ മുഴുവൻ ഫുട്ടേജ് ഇപ്പം തന്നെ എടുക്കാം. ദേ, ആ വിഷ്വൽസ് എടുത്തേ.
ഇത് മെയിൻ എൻട്രൻസിന്റെ. ഇത് അനുവിന്റെ ഫ്രണ്ട്സ് വരുന്ന വിഷ്വൽസ് അല്ലേ? അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കണം. അനുവിന്റെ കാമുകനെയും കൊണ്ടായിരിക്കണം അവളുടെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നത്. അവര് 4 പേരല്ലാതെ വേറെ ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ. ഇതിനകത്ത് ഒരുത്തൻ കയറിയതുപോലെ നമുക്ക് തോന്നിയതല്ലേ? അതാരാണെന്ന് അറിയണം. ഈ വിഷ്വൽസിലൊന്നും ആരെയും കാണുന്നില്ല. വീടിന്റെ ടെറസിലെയും പുറകുവശത്തെയും വിഷ്വൽസ് എടുക്ക്. ദേ, ഇതെല്ലാം ആ ഭാഗത്തെ വിഷ്വൽസാ. ആ കുട്ടികൾ വന്ന ശേഷമുള്ള പുറകുവശത്തെ വിഷ്വൽസ് എടുക്ക. അങ്ങനെ ഒരുത്തൻ വന്നിട്ടുണ്ടെങ്കിൽ അതിലവൻ വരും. ആ സമയത്തെ വിഷ്വൽസ് ചെയ്ത് എന്തു പറ്റി? ഒറ്റയടിക്ക് എല്ലാ ക്യാമറയിലെ വിഷ്വൽസ് ബ്ലാങ്ക് ആയല്ലോ. ഒന്നുകൂടെ ട്രൈ ചെയ്. വിഷ്വൽസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. ക്യാമറകൾ അടിച്ചുപോയെന്നാ തോന്നുന്നത്. എല്ലാം പുതിയ ക്യാമറകളായിരുന്നു. അതെല്ലാം അടിച്ചുപോയോ? ഈ സമയത്ത് തന്നെ ക്യാമറകളെല്ലാം കേടായല്ലോ. ഇവിടുത്തെ ക്യാമറകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം, പ്രത്യേകിച്ച് അനുവിന്റെ കാര്യത്തിൽ. CCTV എന്തെങ്കിലും കണ്ടോ മാഡം? ഡോ, ഇവിടുത്തെ ക്യാമറകളെല്ലാം ഓഫായി പോയിരിക്കുക. വീടിന് ചുറ്റും നല്ല കാവലുണ്ടാവണം. ഞാൻ നോക്കിക്കോളാം മാഡം. എന്നാലും ക്യാമറകളെല്ലാം ഒറ്റയടിക്ക് എങ്ങനെ കേടായി? അതാണ് എനിക്കും പിടികിട്ടാത്തത്. ഞാനെന്തായാലും പുറത്തിറങ്ങി നോക്കാം. ആരവ് നമ്മുടെ കൂടെ വന്നിട്ട് എങ്ങോട്ട് പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മളെ വന്ന വഴി എവിടെയും അവന്റെ നിഴല് പോലും കാണാനില്ല. അവനവന്റെ ഇഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നവും. ദൈവമേ, പോലീസിന്റെ കണ്ണിപ്പെട്ട ഉറപ്പായിട്ടും പ്രശ്നവും. ഇതിപ്പോ അനുവിനെ കാണാൻ വന്നപ്പോ അനു അവിടെ ഇല്ല. കൂടെ വന്ന ആരവനെ ഇപ്പൊ കാണാനില്ല. ഇവൻ എവിടെ പോയി അന്വേഷിക്കാനാ? അല്ല, നമ്മുടെ അടുത്ത പ്ലാൻ എന്താ അത് പറ. അനുവിനെ കാണാവുന്നതല്ലേ, അവളെ കണ്ടിട്ടേ പോന്നുള്ളൂ. അത് തന്നെയാണ് അടുത്ത പ്ലാൻ. അനു മടങ്ങി വരാൻ 2 ദിവസം കഴിയുമെന്നല്ലേ അവര് പറഞ്ഞത്. അതുവരെ നമ്മൾ എവിടെ താമസിക്കും?